നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ കമ്പത്താണ്. നമ്മൾ ഇന്ന് സുർലി വാട്ടർഫാൾസ് കാണാനാണ് പോകുന്നത്. ഇവിടുന്ന് 7 കിലോമീറ്റർ ആണുള്ളത്. നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ കമ്പം ടൗണിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന വഴിയൊക്കെയാണ് പണ്ട് അരിക്കൊമ്പൻ ഓടിയ വഴികളൊക്കെ ഇതൊക്കെ കേട്ടോ. അരിക്കൊമ്പനെ നാട് കടത്തിയപ്പം അരിക്കൊമ്പൻ ഇതിലേക്കാണ് ഓടി രക്ഷപ്പെട്ടത്. കമ്പം ടൗണിനകത്തുള്ള ഒരു ബൈപ്പാസാണ് കേട്ടോ. ഒരു ഷോർട്ട് കട്ട് റോഡ്, ബൈപ്പാസ് അല്ല, ഷോർട്ട് കട്ട് റോഡ്. ഈ ഷോർട്ട് കട്ട് വഴി നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. നമുക്ക് കണ്ടോ, വലത്തെ സൈഡിലൊരു അമ്പലം കാണുന്നുണ്ടോ? കണ്ടോ? ഈ വഴിയാണെന്ന് ഇതുണ്ടോ, ഈ വരുന്ന വഴി ബൈപ്പാസിൽ നിന്ന് അരിക്കൊമ്പൻ ബൈപ്പാസ് വഴി വന്നിട്ട് ഈ വരുന്ന വഴിയാണ് ഇറങ്ങി വന്നത്. ആ കാറ് വരുന്ന വഴി ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇതിലെയാണ് വന്ന് ടൗണിലേക്ക് കയറിപ്പോയത്. ഗുൽമോഹർ പൂത്ത് നിൽക്കുന്നുണ്ടോ, ഗുൽമോഹർ. ഇതുവഴി എങ്ങോട്ടാ ചെന്നിറങ്ങുന്നേ? ഇതുവഴി നമ്മൾ കമ്പത്ത് ഗാന്ധിശില എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഗാന്ധിശിലയുടെ അടുത്തേക്കാണ് നമ്മൾ ചെന്ന് ഇറങ്ങുന്നത്. അവിടുന്ന് വേണം നമുക്ക് ചുരുളി തീർത്ഥം എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോകാൻ. ചുരുളി ഇതാട്ടോ കമ്പത്തെ മാർക്കറ്റാണേ, പച്ചക്കറി മാർക്കറ്റ്. ഇവിടുന്ന് നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് ഗാന്ധിശിലയുടെ അടുത്തോട്ടാണ്. ോ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചേക്കുന്നുണ്ടോ? ഫ്രൂട്ട്സ് പേരയ്ക്ക, കപ്പളങ്ങ. കമ്പം ബൈപ്പാസ് വരുന്നതിന് മുന്നേ ഇതായിരുന്നു കേട്ടോ മെയിൻ റോഡ്. തേനിയിൽ നിന്ന് വന്ന് കമ്പം ടൗൺ വഴി വന്ന് കുമളി പോകുന്ന വഴിയാണ് റൈറ്റിലേക്ക് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഇത് ചുള്ളിക്ക് വന്ന വണ്ടികളാണ് കേട്ടോ. ഈ വലത്തെ സൈഡിൽ ഇതുണ്ട്, അത് മറച്ച് വെച്ചേക്കാം. ഇതാണ് ഗാന്ധിശില കണ്ടോ. ഇതാണ് ഗാന്ധിശിലയാണ് റൈറ്റ് സൈഡിൽ നമ്മൾ കണ്ടത്. ഗാന്ധിശിലയിൽ നേരെ പോകുന്നത് ചുരുളി റോഡാണ്. ചുരുളി സുരുളി, അത് ആ ബോർഡ് കണ്ടോ, സുരുളി റോഡെന്നും പറഞ്ഞ്, സുരുളിപ്പട്ടി റോഡ് കണ്ടോ. ഇവിടെ എല്ലാം കൃഷിക്ക് വേണ്ടിയിട്ടേ നിലമെല്ലാം ഒരുക്കിയിട്ടേക്ക് എല്ലാം കൃഷികൾ ചെയ്യാനുള്ള പരിപാടികളാണ്. നല്ലൊരു ആൽമരം നിൽക്കുന്നുണ്ടോ, പഴയ ഇത്തിരി പഴക്കമുള്ള. ഇത് കണ്ടോ, ഈ ആറ് കണ്ടോ, ഇത് ശരിക്കും ഇത് മുല്ലപ്പെരിയാറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്ന മുഴുവൻ. സൈഡിലുള്ള വാഴത്തോട്ടം കണ്ടോ,
ഇതെല്ലാം ഇലയ്ക്ക് വേണ്ടി ഇല വെട്ടാൻ വേണ്ടിയിട്ട് ഉള്ള വാഴയാന്ന് തോന്നുന്നു. ഇത് ഇലക്കല്ല, ഇലയ്ക്കും ഇത് ഇലക്കുള്ളതല്ല, ഇത് മറ്റേ ചുമല പൂവൻ കൊലയില്ലേ, അതിനുള്ള വാഴ. പുതിയ തെങ്ങും തൈകളെല്ലാം വെച്ചിട്ടുണ്ട്, പഴയത് പോകുമ്പോഴത്തേനും ഉണ്ടോ. അതിവര് പഴയ തെങ്ങ് വളർന്ന് ഏകദേശം ആകുമ്പോഴത്തേക്കിനും അടുത്ത തെങ്ങ് പുതിയത് അതിൻ്റെ ചുവട്ടിൽ അടുത്തത് കയറ്റി കൊണ്ടുവരും ഇവർ. കമ്പത്തുനിന്ന് വരുമ്പം നമ്മൾ ടൗണിൽ നിന്ന് കയറി വരുന്ന വഴിക്ക് ചുരുളിക്കും ഉത്തമപാളയത്തിനും തിരിയുന്ന വഴിയാണിത് കേട്ടോ. ലെഫ്റ്റ് വഴി പോകുന്നത് ഉത്തമപാളയം, റൈറ്റിലേക്ക് വരുന്നത് ചുരുളി. അവിടെ എന്താ ഇനി കല്യാണമാണെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിലെ ഒരു കല്യാണമാണെന്ന് തോന്നുന്നു. കല്യാണം കുറേ ചേച്ചിമാരെല്ലാം കൂടെ തലയിൽ കുടവും കുറേ കാഴ്ച വസ്തുക്കളും ഒക്കെ ആയിട്ട് വരുന്നുണ്ടോ. അതുകൊണ്ട് ആ തെങ്ങുംതോപ്പിനകത്ത് കണ്ടോ നല്ല പഴയ ഒരു സ്റ്റൈലിൽ നല്ലൊരു വീട് കണ്ടോ. നല്ല രസമല്ലേ കാണാൻ. പോകുന്ന വഴിയൊക്കെ രണ്ട് സൈഡിൽ തെങ്ങ്, പുളി. അതുകൊണ്ട് ആ മേളിൽ കാണുന്ന മലനിരകളെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ ബൗണ്ടറിയാണ്. ആ ഭാഗമെല്ലാം പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള മലകളാണ് കാണുന്നതെല്ലാം. അവിടെ നിന്നാണ് താഴേക്ക് ഈ സുർലി വാട്ടർഫോൾസ് എല്ലാം വരുന്നത്. കപ്പളങ്ങ മുന്തിരി. കുഞ്ഞ് ആ മേളി കാണുന്ന കണ്ടോ, ആ അമ്പലം കണ്ടോ, ഒരു ശിവലിംഗം കണ്ടോ, അത് നല്ലപോലെ ഒന്ന് നോക്കി ഒന്ന് സൂം ചെയ്തെടുത്ത് നോക്കി എങ്ങനെയുണ്ടോ സംഭവം, കൊള്ളാവെന്ന് നോക്കി. നമുക്കേ അവിടെ ഒന്ന് കയറി പോണേ. അതായത് ഇവിടുന്ന് കാണുമ്പം അത്രയും വലിപ്പം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കാണുമ്പം കുറേ കാണും. ഏതായാലും അവിടെ കൂടെ ചുരുളി എടുക്കാറാകുമ്പോഴത്തേക്കിനും കണ്ടോ മൊത്തം മുന്തിരി എല്ലാം വെച്ചിട്ട് ആൾക്കാരിങ്ങനെ കച്ചവടം ചെയ്യാനായിട്ട് ഇരിപ്പുണ്ട് കണ്ടോ. ഇവിടെ ഒരാൾ ഇതിവിടെ തന്നെ, ഇത് തോട്ടമാണ്, മുന്തിരി തോട്ടമാണ്. അതിനകത്തുനിന്ന് എടുത്ത് പറിച്ചു കൊടുക്കുന്നതല്ലേ. ഉണ്ടോ തോട്ടം കാണാൻ കയറി ചെല്ലാനാ പറഞ്ഞേ. തോട്ടം കാണാൻ പോന്നോ തിരിച്ചു വരുമ്പോ അല്ലേ. നമ്മൾ സുരുളി വാട്ടർഫോൾസിന് അടുത്ത് വരെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ സുരുളി വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിയാണിത്. നല്ല തിരക്കാ. സൈഡിലും കടകളുണ്ട് ഇഷ്ടം പോലെ, നടക്കണം. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് വരാം. മാങ്ങ വേണം, തമിഴ്നാട് മാങ്ങ. ഒത്തിരി പിള്ളേർക്കുള്ള കളിപ്പാട്ട സാധനങ്ങളൊക്കെ ഒത്തിരി ഇരിക്കുന്നുണ്ടോ. ഉത്സവപ്പറമ്പിൽ ചെന്ന പോലെ ഉണ്ടല്ലേ കടകള്. ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്. ഈ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ വലിയ കച്ചവടക്കാരൊന്നും കാണുകയില്ല. പക്ഷേ സീസണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളച്ചാട്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് പാർക്കിംഗ് താഴെ പാർക്കിംഗ് ഉണ്ടല്ലോ. നമ്മൾ സുരുളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് സുരുളി അമ്പലത്തിങ്കിലോട്ട് പോകാം. ഏതാ വേണം, പഴം വേണോ? എനിക്ക് മാങ്ങയല്ല വേണ്ടേ? മാങ്ങ അതെ വാങ്ങിച്ചിട്ടുണ്ട്. മാങ്ങ കഴിച്ചു നോക്കാം എങ്ങനെയാണോ.
ഉള്ള ഇവിടെ മട്ടെ അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം മിക്കവാറും കലങ്ങിയ ലക്ഷണമാണ് കേട്ടോ. ഇത് ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാടിൻ്റെ ഏരിയയായ വനം ഫോറസ്റ്റിൻ്റെ ഏരിയയായ ഇതിനകത്തൂടെ വേണം ചുരുളി വെള്ളച്ചാട്ടത്തിലോട്ട് കയറിപ്പോകാൻ. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ആന ഇറങ്ങിയേക്കുന്നതുകൊണ്ട് കയറ്റി വിടുന്നില്ലെന്നാണ്. അതുകൊണ്ട് ആൾക്കാരെല്ലാം ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അരിക്കൊമ്പനാണോ ഇനി അരിക്കൊമ്പിയാണോ എന്നൊന്നും അറിയത്തില്ല. എന്നാണേലും ആന ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കയറ്റി വിടുകയല്ലെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അമ്പലത്തിലോ? ആ എന്നാൽ അമ്പലത്തിൽ പോകാം. ഇതുണ്ടോ കുഞ്ഞി, അങ്ങോട്ട് നോക്കിയാതെ ഉണ്ടോ? അതാ ചുരുളിയിലെ അമ്പലമാണ് കേട്ടോ ഇത്. നിങ്ങൾ എന്നാ എടുക്കുന്നത് അവിടുന്ന്? എന്നാ 120 രൂപ. ആ എടുത്തു. വീട്ടിലിടാനാ? അച്ഛൻ ഈ AK-47 വാങ്ങിച്ചു തരാമോ? ആ അത് ഡ്യൂപ്ലിക്കേറ്റാണ്, നമുക്ക് വേറെ വാങ്ങിക്കാം. ഇവിടുന്ന് അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാലേ അവിടെ വേറൊരു അമ്പലമുണ്ടേ, അവിടെ ഒന്ന് കയറിയിട്ട് അവിടെ നല്ല രസമാണ്. വെച്ച് കിടക്കുന്ന പോലെ അവിടെ എല്ലാം കണ്ടോ? അതെല്ലാം ആൾക്കാർ വരുന്നവരെല്ലാം വിശ്രമിക്കാനൊക്കെ ഇരിക്കുന്നത്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കണ്ടോ, നടു റോഡിൽ കിടന്ന ഒരു പാർട്ടി ഉറങ്ങുന്നുണ്ടോ? വണ്ടി വരുന്നുണ്ട്. വണ്ടി വരുമ്പോൾ എഴുന്നേറ്റ് മാറുന്നുണ്ടോ നോക്കാവേ. വണ്ടി വരുമ്പോൾ മാറും. നോക്കട്ടെ മാറുമോ? ആ പോയി വീഡിയോ എടുത്താൽ ഇഷ്ടപ്പെട്ടില്ലേ? മലയാളം അറിയത്തില്ല. റോഡിൽ കിടന്നാണ് ഉറങ്ങുന്നത്. എവിടെ എന്തേലും സ്ഥലമുണ്ട് അവിടെ മാറി കിടന്ന് ഉറങ്ങണ്ടേ? അതിലൊന്നും പോയി പിടിച്ചേക്കില്ല, അവർ നല്ല പൈസ വാങ്ങിക്കും കേട്ടോ. ഒന്നും വേണ്ടണ്ണാ. ഹായ്, ഹലോ. അടുത്ത് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ശിവൻ്റെ അമ്പലം, ശിവലിംഗമൊക്കെ ഉണ്ട്. ഇവിടെ ആയിരക്കണക്കിന് ശിവലിംഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഏതായാലും இங்க வாங்க தாய், இது உள்ள வாங்க சாமி கொடுப்போம். உங்களா ഇതിപ്പോൾ എത്രണ്ണം കാണും? ഇത് മൊത്തം ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയത്തില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ 1 കോടി എണ്ണം തികയ്ക്കും. ഇപ്പം അത്രയൊന്നും ആയിട്ടില്ല, ഒരു 5 ലക്ഷം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇതിങ്ങനെ മേളിലേക്ക് ഒത്തിരി കിടക്കുക. ആ മേളിലേക്കുണ്ട്, മേളിലേക്ക് കുറേ ഉണ്ട്. ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സർപ്രൈസ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവം കാണിക്കാൻ പോകുന്നത്. കുഞ്ഞി ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ, നോക്കിക്കോണം. കണ്ടോ,
എങ്ങനെയുണ്ട്? അവിടെ ഒരു വലിയ ശിവലിംഗമാണ്. അത് കയറ്റുവില ഫോണൊന്നും കയറ്റുവില. ഒരു മൂന്ന് പേർക്ക് பெரிய பையனுக்கு டிக்கெட் எடுக்கணும். അവന് വേണമാ? ശരി, 4 ആൾ എടുക്കണ്ടേ? എത്ര ആൾക്ക് എത്ര? 50. 4 டிக்கெட் 200. 200. അവൻ പെരിയ പയ്യനല്ല, അവൻ ആള് പെരുതായിരുന്നാലും ചിന്ന പയ്യൻ தான். மொபைல்ஸ் எல்லாம் கொடுங்க. മൊബൈൽസ് എല്ലാം ശരി. 1 2 കൊടുക്കും. നമ്മുടെ ഈ കാണുന്ന ശിവലിംഗത്തിനെ 72 അടി ഹൈറ്റുണ്ട്. 72 അടി ഹൈറ്റിൽ 3 നിലകളിലായിട്ടാണ് ഇത് പണിതേക്കുന്നത്. ഏറ്റവും അടിയിലത്തെ നിലയിൽ ബ്രഹ്മാവ്, രണ്ടാമത്തെ നിലയിൽ വിഷ്ണു, മൂന്നാമത്തെ നിലയിൽ മഹേശ്വരൻ, കൈലാസം, അങ്ങനെ ഒരു 3 നിലകളിലായിട്ടാണ് ഇത് പണിതേക്കുന്നത്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു നല്ല വലിപ്പമുള്ളൊരു നന്ദിയുടെ പ്രതിമയുണ്ട്. ചുറ്റിനും തന്നെ മുഴുവനും ശിവലിംഗ പ്രതിഷ്ഠകളാണ് മുഴുവൻ. ചെറിയ പ്രതിഷ്ഠകളാണ് ഇരിക്കുന്നത്. പിന്നീട് അതിനെ നമുക്ക് താഴോട്ട് പോയാലോ? പോവാം. ഇല്ല, അതുകൊണ്ടാ അതിലേ കൂടെ ചെന്ന് അടി ഇങ്ങനെ എടുത്തു. തമിഴ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് തന്നെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. കുളം, അതിനോടനുബന്ധിച്ച് കുറേ പ്രതിമകൾ, എല്ലാ സംവിധാനവും എല്ലാം റെഡിയായിട്ട് നല്ലപോലെ വെച്ചിട്ടുണ്ട്. അതല്ല ഈ വെള്ളമെല്ലാം ഇങ്ങനെ കിടക്കുന്നതല്ലേ. നിങ്ങൾ എന്നതിന് താഴോട്ട് നേരെ ഇറങ്ങിപ്പോയാൽ ഇത് ഇവിടെ വേറെ സംഭവം കാണാനുണ്ടായിരുന്നു. വാ, അതുകൂടെ കണ്ടിട്ട് പോവാം. ഇവിടെ ഇതിനകത്തോട്ട് കണ്ടോ, അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കകത്ത്, ഗുഹ പോലെ പണിതിട്ട് അതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ട്. അതുകൂടെ നോക്കിയിട്ട് പോകാം നമുക്ക്. ഇതിനകത്തൊരു വീണ്ടും ഒരു ശിവൻ്റെ ഒരു പ്രതിമയാണ് കേട്ടോ. എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയില്ല, നമുക്ക് പോയി എല്ലാം കഴിച്ചാലോ? നമ്മൾ വരുന്ന വഴിക്ക് ഒരു മുന്തിരിത്തോട്ടം കണ്ടു കേട്ടോ. മുന്തിരിത്തോട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ അവിടുത്തെ ആളോട് ചോദിച്ചു, അണ്ണാ ഞങ്ങൾ മുന്തിരിത്തോട്ടം ഒന്ന് കണ്ടോട്ടെ എന്ന്. അപ്പോൾ അവർ കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ കാണാൻ കയറിയ വഴിക്ക് ഞാൻ ചോദിച്ചു, എന്നാൽ നമുക്കെന്നാൽ ഞങ്ങൾ കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ഇവിടെ ഇരുന്ന് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ കയറി കഴിക്കാൻ തുടങ്ങിയാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറാണ് കേട്ടോ. ചോറും കറികളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ തുടങ്ങിയാണ്. കഴിച്ചു. 50 വർഷം മുമ്പ് സ്കൂളിൽ പോയ കാര്യം ഇലപ്പൊതി. ഇതിപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ഇലപ്പൊതിക്ക്? നല്ല ചമ്മന്തി അരച്ചതും അച്ചാറും മുട്ട പൊരിച്ചതും ഓക്കെ ആയിട്ട് നല്ല സൂപ്പറല്ലേ? ഒരു 60. നീനാണ് മോൻ കാണിക്കാതെ നിന്ന് കഴിക്കുന്നത്? ഞങ്ങൾ മുന്തിരിപ്പാടത്തൂടെ നടക്കുക. ആണോ? എന്നാൽ കയറി നോക്ക്. എല്ലാം എങ്ങനെയുണ്ട്? മുന്തിരി തോട്ടമൊക്കെ കൊള്ളാമെന്ന് നോക്കി. മുന്തിരി ഉണ്ടായി പഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല, പക്ഷേ അവർ പറഞ്ഞത് ഈ പ്രാവശ്യം ഭയങ്കരമായ വിളവ് കുറവാണ്. 10 ടണ്ണ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഈ പ്രാവശ്യം 300 കിലോ 400 കിലോ ഒക്കെ വിളവേ ഉള്ളതെന്നാണ് പറയുന്നത്. നല്ല രസമുണ്ടല്ലേ? അതിനി അതുകൊണ്ട് അപ്പുറത്തെ തോട്ടം കിളുത്ത് അതെല്ലാം അതിൻ്റെ ചെറിയ എകരമെല്ലാം വെട്ടിവിട്ടിട്ട് ഇനി അത് കിളുത്ത് വരുന്നുള്ളൂ. ഇത് നമുക്കിവിടെ മുന്തിരിത്തോട്ടത്തിലിരുന്ന് ശാപ്പാടൊക്കെ കഴിക്കാൻ അനുവാദം തോന്നുന്ന അണ്ണനാണ് കേട്ടോ. അണ്ണൻ്റെ തോട്ടമാണ്. നമുക്ക് ഇവിടുന്ന് ഒരു ശാലം മുന്തിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം. മുന്തിരി വേണമെങ്കിൽ വാങ്ങിച്ചോ, എത്ര വേണം നോക്കി. എന്നാൽ 2 കിലോ എടുക്കണേ. ഇതുണ്ട്, ഇത് കണ്ടോ, ഈ താഴെ കാണുന്നത് കണ്ടോ, അത് ബീറ്റ്റൂട്ട് നട്ടേക്കുന്നത് കേട്ടോ. ബീറ്റ്റൂട്ട് പാടമാണ്. ബീറ്റ്റൂട്ട് വെള്ളം നനയ്ക്കാനായിട്ട് സ്പ്രിംഗ്ലർ വെച്ചേക്കുന്നത്.
ബീട്രൂട്ടിന്റെ ഇടയിൽ കൂടെ ഉള്ളി നട്ടിട്ടുണ്ട് കേട്ടോ. സൈഡിൽ കൂടെ. പിന്നെ ബീറ്റ്റൂട്ടിന്റെ ഇല നല്ലതാണ് ഓരോ കുറച്ച് വെച്ചോണ്ട് പോയാൽ എന്നിട്ട് വെള്ളത്തിൽ കഴിഞ്ഞിട്ടേ പണി കഴിഞ്ഞിട്ട് അതുകൊണ്ടോ ഇനി ഒരു സൈസ് വണ്ടി വരുന്നുണ്ട്. എൻ്റെ പേരെന്നാണെന്നറിയാമോ? അതാണ് പവർ ഡ്രില്ലർ എന്ന് പറയും. രണ്ട് വീലുള്ള ഇതെന്താ രണ്ടല്ല, കുറേ ഒരു വീലൂടുണ്ട്. അതുകൊണ്ടോ വീണ്ടും വരുന്നുണ്ട്. അതേ ഇവർ ഈ പാടത്ത് പണിയാൻ കൊണ്ടുപോകുന്നു. നല്ല രസമല്ലേ പുളിമരം നിൽക്കുന്നതാണ്. അല്ല, ഇത് നമ്മുടെ ഒരു പരിചയത്തിലുള്ള ഒരു അണ്ണൻ്റെ വീടാണ് കേട്ടോ, കമ്പത്തിനടുത്തുള്ള. അപ്പോൾ ഇവിടെ വന്ന പുള്ളി ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലൊക്കെ കയറി ഒരു ചായ കുടിച്ച് അതൊക്കെ പോകാനുള്ള പരിപാടികളൊക്കെ നോക്കുക. ചായ കുടിയൊക്കെ കഴിഞ്ഞ് അണ്ണൻ്റെ വീട്ടിൽ നിന്ന് വാ പോവാം. ഫോൺ എടുത്തു. ശരി എന്നാൽ ഓക്കെ, ഞങ്ങൾ പോയിട്ട് നാളെ വരില്ലേ? ശരി നാളെ കാണാം. ഓക്കെ. പരിപാടി വരുന്നുണ്ട്. സുരുളി വാട്ടർഫാൾസ് കാണാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ പോകാൻ പറ്റി. അവിടെ ചെന്നു, ആന ഇറങ്ങിയതുകൊണ്ട് അകത്തേക്ക് ആരെയും കയറ്റി വിട്ടില്ല. ഇനി നമുക്ക് വേറൊരു ദിവസം പോകാം വാട്ടർഫാൾസ് കാണാൻ. ഏതായാലും നഷ്ടമൊന്നും ഉണ്ടായില്ല. ഇതുവരെ കാണാത്ത ഒരു അമ്പലം കയറി കാണാൻ പറ്റി. ഇനി നമ്മൾ തിരിച്ച് കമ്പത്ത് വന്നു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോയേക്കാം.